എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭാരതത്തിൽ അനേകം യോഗിവൈര്യന്മാരും അതുപോലെ അവതാരമൂർത്തികളും പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. അവരെ പോലെ തന്നെ വളരെ പ്രസിദ്ധനായ, അതുപോലെ കൃഷ്ണനെ പോലെയും അതുപോലെ തന്നെ മറ്റ് മതങ്ങളിലെ പ്രവാചകന്മാരെ പോലെയും വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു നാഗാർജുനൻ എന്ന് പറയുന്ന ഒരാചാര്യൻ. ഇതൊരു സംഭവ കഥയാണ്. ഒരു കള്ളനെ എങ്ങനെ ആ കള്ളൻ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മോഷണം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ മോഷണത്തിൽ നിന്നും സിദ്ധനാക്കി മാറ്റിയ കഥയാണ് ഇത് പറയാനുള്ളത്. അതീവ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ വീഡിയോ പറഞ്ഞു തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു വെളിപാടുണ്ടാവും, സത്യത്തിൻ്റെ വെളിപാട്. മുഴുവനായി കേൾക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടൂ, അല്ലാത്തവർക്ക് കിട്ടാൻ സാധ്യതയില്ല. ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും കൃഷ്ണൻ്റെയും നിലവാരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു ഗുരുവായിരുന്നു നാഗാർജുനൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അസാധാരണ പ്രതിഭയായിരുന്നു എന്ന് നമ്മുടെ ബുക്കുകളൊക്കെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ബുദ്ധിപരമായ തലത്തിൽ മുഴുവൻ ലോകത്തിലും അദ്ദേഹത്തിന് ഒരു താരതമ്യം കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അത്രയും ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു ഈ പറയുന്ന നാഗാർജുനൻ. അത്രയ്ക്കും ശ്രദ്ധാലുവും അതുപോലെ ഭീഷണശാലിയും ആയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ വ്യക്തി നഗ്നനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാര്യം യോഗ്യതലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ നാണം എന്ന് പറയുന്ന ഒരു തലം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദിമ മനുഷ്യൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നഗ്നനായിട്ടാണ് ജനിച്ചതെന്ന് പറയുന്നു. അന്ന് നാണം എന്നൊരു വസ്തുത ഇല്ലായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നതിന് പിന്നിലെ തത്വം ഇതാണ്. അവൻ ശരീരത്തെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു, ശരീരം എന്ന തലത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ആത്മീയ തലത്തിലായിരുന്നു, ആത്മീയ തലത്തിൻ്റെ ഉന്നതിയിലായിരുന്നു ആ വ്യക്തിക്ക് കൂടുതലും, അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതലും ശ്രദ്ധയുണ്ടാവുക. അപ്പം അദ്ദേഹം രാജ്യത്ത് കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടുത്തെ രാജാവിൻ്റെ പത്നി രാജ്ഞി നാഗാർജുനൻ എന്ന് പറയുന്ന യോഗിയുടെ ഒരു ആരാധികയായിരുന്നു, അതുപോലെ ഒരു ശിഷ്യ കൂടിയായിരുന്നു. ഒരു ദിവസം നാഗാർജുനൻ ഭിക്ഷയാചിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു എന്ന് കഥ പറയുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മരം കൊണ്ടുള്ള ഒരു ഭിക്ഷാപാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ആ രാജ്ഞി പറഞ്ഞു, ഈ ഭിക്ഷാപാത്രത്തെ എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഭിക്ഷാപാത്രം തരാമെന്ന് ആ രാജ്ഞി പറയുന്നതായിട്ട് കഥയിൽ പറയുന്നു. നാഗാർജുനൻ എന്ന് പറയുന്നത് രാജ്ഞിയുടെ ഒരു ആരാധനായിരുന്നു. അതുപോലെ രാജ്ഞി അദ്ദേഹത്തിൻ്റെ ശിഷ്യ കൂടിയാണെന്ന് പറയുന്നു. നാഗാർജുനൻ സമ്മതിച്ചു, ഞാൻ തന്നേക്കാം, ഈ ഭിക്ഷാപാത്രം തന്നേക്കാം. പകരമായി രാജ്ഞി കൊടുത്തത് സ്വർണം കൊണ്ടുള്ളൊരു ഭിക്ഷാപാത്രമായിരുന്നു. യാതൊന്നും പറയാതെ നാഗാർജുനൻ ആ ഭിക്ഷാപാത്രം വാങ്ങി. രാജ്ഞിക്ക് അദ്ദേഹത്തിലുണ്ടായിരുന്ന ബഹുമാനം കുറഞ്ഞു പോയോ എന്ന് തോന്നുന്നു. കാരണം സാധാരണയായിട്ട് ഒരു ഭിക്ഷാപാത്രം സ്വർണം കൊണ്ടുള്ളത് ഒരു യോഗ്യതലത്തിലെത്തിയ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് അദ്ദേഹം അത് തിരസ്കരിക്കുകയേ ആകൂ എന്നല്ലെങ്കിൽ തിരസ്കരിക്കാനേ പാടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാര്യം സ്വർണം കൊണ്ടുള്ള ഭിക്ഷാപാത്രം ഒരു യോഗിക്ക് എന്തിനാണ് ആവശ്യം? സത്യത്തിൽ മൺകട്ടയും സ്വർണവും ഒരുപോലെയാണ് യോഗിക്കെന്ന് ഭഗവത്ഗീതയോട് പറയുന്നുണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ പാത്രം കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്ഞിയിലുണ്ടായിരുന്ന മാനസിക പരിവർത്തനമാണ് ഈ പറയുന്നത്. പെട്ടെന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇത് നിരസിച്ചില്ല? ഒരു സന്യാസിയും ഈ തലത്തിലുള്ള സന്യാസിയും സ്വീകരിക്കുകയില്ല എന്നൊരു ചിന്തയാണ് നമ്മളുടെ. വാസ്തവത്തിൽ രാജ്ഞിക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഞാൻ കൊടുത്ത സ്വർണ്ണപാത്രം അദ്ദേഹം സ്വീകരിച്ചു, അപ്പോൾ ഇദ്ദേഹം ഏത് തലത്തിൽ നിൽക്കുന്ന ആളായിരിക്കുമെന്ന് രാജ്ഞിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടിത് വേണ്ട എന്ന് എന്നോട് പറഞ്ഞില്ല എന്നാണ് രാജ്ഞി ചിന്തിച്ചത്. ഇത്രയ്ക്കും മഹാനായ ഒരു സന്യാസി നഗ്നനായി നടക്കുന്നു,
എന്തുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചില്ല? അദ്ദേഹം അത് നിരസിച്ചിരുന്നു എങ്കിൽ രാജ്ഞിയും അദ്ദേഹത്തെ നിർബന്ധിക്കുമായിരുന്നു എടുക്കുന്നതിന് വേണ്ടി, കൊടുക്കുന്നതിന്. അത് തീർച്ചയായിട്ടും കൊടുക്കാൻ താല്പര്യപ്പെട്ട ഒരു സാധനമാണ്. അത് കൊടുക്കുന്ന സമയത്ത് നിരസിക്കുകയാണെങ്കിൽ പോലും രാജ്യം നിർബന്ധിക്കും, ഇതെടുത്തേ മതിയാവും, അല്ലെങ്കിൽ അപേക്ഷിക്കുമായിരുന്നു. അങ്ങനെ രാജ്ഞിയിൽ അങ്ങനൊരു വികാരം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം നിരസിച്ചതിന് ശേഷം രാജ്യം നിർബന്ധിക്കുമായിരുന്നു എങ്കിൽ രാജ്ഞിക്ക് ഒരു ആശ്വാസം വന്നേനെ. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ പിന്നെ ഫോഴ്സ് ചെയ്ത് കമ്പൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് വാങ്ങിയത്, അല്ലെങ്കിൽ അത് വാങ്ങാതിരുന്നതെന്നുള്ള തോന്നൽ വന്നത്. നാഗാർജുന അത് സ്വീകരിച്ചു, അവിടം വിട്ട് വരികയും ചെയ്തു. ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല, സ്വീകരിച്ചു. അത് കയ്യിൽ അത് വാങ്ങിക്കൊണ്ട് പോയില്ല. അദ്ദേഹം പാത്രവുമായിട്ട് നഗരത്തിലൂടെ പോകുന്നത് ഒരു കള്ളൻ കണ്ടു, ഒരു മോഷ്ടാവ് കണ്ടു. കള്ളൻ വിചാരിച്ചു, ഈ മനുഷ്യൻ എന്തിനാണ് ഈ സ്വർണ്ണപാത്രം, ഇത്രയും ഉന്നതിയിലെത്തിയ ഒരു വ്യക്തിക്ക് എന്തിനാണ് സ്വർണ്ണപാത്രം? അത് മോഷ്ടിച്ചുകൊണ്ട് എനിക്ക് ഗുണം കിട്ടും, അങ്ങേർക്ക് എന്താണ് ഗുണമുള്ളത്? അതുകൊണ്ട് എന്ത് ചെയ്തു? കള്ളൻ അദ്ദേഹത്തിൻ്റെ പിറകെ നടന്നു. എങ്ങോട്ടാണ് പോകണം, അത് തട്ടിപ്പറിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കള്ളൻ നാഗാർജുനൻ്റെ പുറകെ നടന്നു. നാഗാർജുനൻ താമസിച്ചുകൊണ്ടിരുന്നത് നഗരത്തിന് വെളിയിലുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ മഠത്തിലായിരുന്നു താമസിച്ചത്. അദ്ദേഹം ഏതാണ്ട് ഉച്ചയോടടുത്തു. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായ ആ ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഒരു മഠത്തിലേക്ക് കയറുമ്പോൾ പുറകിലൊരു കാൽപ്പെരുമാറ്റം കേട്ടായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പുറകെ ആരോ കൂടിയിട്ടുണ്ട്, ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മനുഷ്യൻ വന്നിരിക്കുന്ന സ്വർണ്ണപാത്രത്തിനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ലാതെ ഇദ്ദേഹത്തിനോട് എന്തെങ്കിലും സംശയം ചോദിച്ച് സന്യാസിയാവാനല്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. കള്ളൻ ചുമരിനോട് ചേർന്ന് ഒളിഞ്ഞു നിന്നു. പക്ഷേ നാഗാർജുനൻ ആ ഭിക്ഷാപാത്രം പുറത്തേക്ക് എറിഞ്ഞു കൊടുത്തു, വലിച്ചെറിഞ്ഞു കളഞ്ഞു. കള്ളനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാര്യം വളരെ രാജ്ഞി കൊടുത്ത സ്വർണ്ണപാത്രം ഇദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് മഠത്തിലോട്ട് കയറിപ്പോകുമ്പോൾ കള്ളം വിചാരിച്ചത് നാഗാർജുനൻ അത് എവിടെയെങ്കിലും വെച്ച് ഉറങ്ങുന്ന സമയത്ത് തനിക്ക് മോഷ്ടിച്ചു കൊണ്ടുവന്നു. പക്ഷേ നാഗാർജുനൻ അത് പുറത്തേക്ക് എറിഞ്ഞപ്പോഴേ കള്ളന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വിലപിടിപ്പുള്ളൊരു സ്വർണ്ണപാത്രം വലിച്ചെറിയുക അയാൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കള്ളൻ നാഗാർജുനനോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ചുവരിന് മറഞ്ഞു നിന്നിരുന്ന നാഗാർജുനൻ വെളിയിൽ വന്ന് അകത്തോട്ട് വരട്ടെ എന്ന് നാഗാർജുനനോട് ചോദിച്ചു. ധൈര്യമായിട്ട് അകത്തോട്ട് വന്നുകൊള്ളാൻ നാഗാർജുനൻ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് അകത്തോട്ട് വരാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. സ്വർണ്ണപാത്രം വലിച്ചെറിഞ്ഞു, അത് എടുത്തുകൊണ്ട് പോകാം വേണമെന്നുണ്ടെങ്കിൽ കള്ളന് അകത്ത് കയറി ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചോദിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ടായ അല്ലെങ്കിൽ കള്ളനുണ്ടായ ആഗ്രഹം മറ്റെന്തോ ഒരു കാര്യം ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നാഗാർജുനന് ആയതുകൊണ്ട് നാഗാർജുനൻ പറഞ്ഞു, അകത്തോട്ട് പോരേ എന്ന് പറഞ്ഞു. നീ ധൈര്യമായി അകത്തോട്ട് പോരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ വലിച്ചെറിഞ്ഞത് തന്നെ നീ ധൈര്യമായിട്ട് അകത്തോട്ട് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനത് വലിച്ചെറിഞ്ഞ്. അഥവാ നിനക്കിത് താല്പര്യമുണ്ട് അകത്തോട്ട് വന്ന് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ എന്നുദ്ദേശിച്ചാണ് ഞാൻ ഈ ഭിക്ഷാപാത്രം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ ഉച്ചയുറക്കത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ വരുന്നതൊക്കെ കൊള്ളാം, ചോദ്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, എന്നെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോകാം. എന്തായാലും അകത്തേക്ക് വരുന്നതിന് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കള്ളൻ അകത്തേക്ക് കടന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളൊരു മഹാനായ സന്യാസിയാണ്, അതുകൊണ്ട് താങ്കളോട് കളവ് പറയാൻ എനിക്ക് പറ്റത്തില്ല. കളവ് പറഞ്ഞു കഴിഞ്ഞാലും പിടിക്കപ്പെടും. എന്തെങ്കിലും സന്യാസിമാരുണ്ട്, അതായത് നമുക്കറിയത്തില്ല, ഡോക്ടർമാരോടും അതുപോലെ ഇങ്ങനെയുള്ള ആധ്യാത്മിക തലത്തിൽ ഉയർന്നിരിക്കുന്ന ആളോടും കള്ളം പറയേണ്ട ആവശ്യമില്ല, അവർ പിടിച്ചെടുക്കും. അവർക്ക് നിങ്ങളുടെ കള്ളം കേട്ടുകൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അവർക്കിതൊരു വിഷയമേ അല്ല. പക്ഷേ അവരോട് അത് കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു മോശമായ വ്യക്തിയാണ്, ഞാനൊരു മോഷ്ടാവാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെയുള്ളൊരു തലത്തിൽ മോഷണം തൊഴിലായി നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു നാൾ വിലപിടിച്ച ഒരു വസ്തുവിനെ വലിച്ചെറിയുവാൻ എനിക്കും കഴിയുമായി തീരണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. അങ്ങ്
ഇതുപോലെ വിലപിടിപ്പുള്ള ഒരു സാധനം വലിച്ചെറിഞ്ഞു. ഞാൻ മോഷ്ടിച്ച് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും അത് എൻ്റെ കയ്യിൽ നിന്നും അത് എനിക്ക് വലിച്ചെറിയാനുള്ളൊരു അവസരം കിട്ടുമോ, അങ്ങനെ ഒരു തലത്തിലേക്ക് എൻ്റെ മനസ്സ് എത്തിച്ചേരുമോ എന്ന് ആ കള്ളനൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്, ഒരു ആശയം ഉണ്ടായതുകൊണ്ടാണ് നാഗാർജുനൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ നാഗാർജുനൻ്റെ മുറിയിലേക്ക് അറിയിച്ചത്. എനിക്കങ്ങനെ ഒരു വലിയ താല്പര്യമുണ്ട്. ഞാൻ മോഷ്ടിക്കുന്ന വിലപിടിപ്പുള്ളൊരു വസ്തു എനിക്ക് വലിച്ചെറിയണം. ഞാൻ പല മഹർഷിമാരെയും സമീപിച്ചിട്ടുണ്ട്. അവരാരും തന്നെ എന്നെ ഒന്നും പഠിപ്പിക്കാൻ, ഒരു വിദ്യയും പഠിപ്പിക്കാൻ തയ്യാറായില്ല. കാരണം ഞാൻ പേരുകേട്ട ഒരു മോഷ്ടാവായിരുന്നത് കൊണ്ടാണ് അവരെ പഠിപ്പിക്കാൻ. അവർ പറഞ്ഞതെല്ലാം നീ മോഷണം നിർത്തിയിട്ട് എൻ്റെ അടുക്കൽ വരൂ, ഞങ്ങളുടെ അടുക്ക് വരൂ, എന്നിട്ട് നിന്നെ ഞങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കാമെന്ന്. എനിക്കിട്ട് മോഷണം നിർത്താനും പറ്റത്തില്ല, എനിക്ക് വിദ്യ പഠിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങേ അടുക്ക വന്നിരിക്കുന്നത്. ഇതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, എൻ്റെ മോഷണം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം നാഗാർജുനൻ പറഞ്ഞു, ആദ്യം കളവ് ഉപേക്ഷിച്ചതിന് ശേഷം വിദ്യ പഠിക്കാൻ പറഞ്ഞ ആരാണ് നിന്നോട് പറഞ്ഞത്? അവരെല്ലാം നിന്നോട് പോഷ്കത്തര പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അയാൾക്ക് ധ്യാനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം കള്ളൻ ചോദിച്ചത്, ഈ വിദ്യ എന്ന് പറയാൻ ധ്യാനത്തിൽ കൂടി എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ണടച്ചിരിക്കാറുണ്ട്, ധ്യാനത്തിൽ കൂടി പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം നാഗാർജുനൻ പറഞ്ഞത്, ഒരു സത്യത മനസ്സിലാക്കണം, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് നിനക്ക് ധ്യാനം ശീകരിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ധ്യാനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇതുമായിട്ട് നിന്റെ കളവും ധ്യാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അത് നിങ്ങൾക്ക് തുടരുവാൻ കഴിയും. ആരും പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ് നാഗാർജുനൻ പറഞ്ഞു കൊടുത്ത്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് തുടരാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ കള്ളൻ സന്തോഷമായി. കാരണം എന്താണെന്നറിയാമോ? മോഷ്ടിക്കേണ്ടത് നിർത്തണ്ട എന്ന് പറഞ്ഞു, തുടർന്നോളാൻ പറഞ്ഞു, ധ്യാനം ചെയ്താൻ പറഞ്ഞു. അതെങ്ങനെയാണെന്നാണ് കള്ളൻ അറിയേണ്ടത്. കള്ളൻ പറയും, നമുക്ക് ഒത്തൊരുമിച്ച് പോകുവാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്ന കാര്യം. എന്നോട് മോഷ്ടിച്ചോളാൻ പറഞ്ഞു, ധ്യാനം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഏതാണ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോഷണം ഇനി നിർത്തേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ തൊഴിൽ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അത് പറഞ്ഞത്. ഏതായാലും ആ വിദ്യ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത്, ഇത് നിങ്ങൾ പ്രത്യേകം, ഇതാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ കേൾക്കേണ്ട ഭാഗം ഇതാണ്. ബോധവാനായിക്കൊണ്ട്, ബോധം വന്നുകൊണ്ട് നിങ്ങൾക്ക് മോഷ്ടിക്കാൻ, കൊള്ളയടിക്കുവാൻ പറ്റുന്നെങ്കിൽ പൂർണ്ണബോധത്തോടു കൂടി നിങ്ങൾക്ക് ഏത് തെറ്റായാലും ശരിയായാലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ചെയ്തു കൊള്ളാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. ഒരു 15 ദിവസത്തിന് ശേഷം ഇവിടേക്ക് വരിക. ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ 15 ദിവസത്തിന് ശേഷം ഇവിടെ വരാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കിയേ, കള്ളനോട് പറഞ്ഞത് നിങ്ങളുടെ മോഷണം തുടർന്നു, പക്ഷെ പൂർണ്ണ ബോധത്തോട് മോഷ്ടിക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. നമ്മളെല്ലാം അബോധത്തിലാണ് ചെയ്യുന്നത്, ബോധപരമായിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അബോധത്തിലുള്ള മനസ്സ് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെയും ശരിയാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. നീ ചെയ്തതെല്ലാം ശരിയാണെന്ന് മറ്റ് പല വിശിഷ്ട വ്യക്തികളെയും നമ്മൾ ഉദാഹരണമാക്കിക്കൊണ്ടാണ് പറയുന്നത്, അങ്ങേര് ചെയ്തല്ലോ, ഇങ്ങേര് ചെയ്തല്ലോ, എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണ ബോധത്തോടൊരു വ്യക്തിക്ക് ഏത് പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി തെറ്റായാലും ശരിയായാലും പൂർണ്ണ ബോധത്തോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അബോധത്തിലല്ല ചെയ്യുന്നെങ്കിൽ അതിന് പൂർണ്ണത നേടും. തെറ്റാണെങ്കിൽ ഇതിപ്പോൾ മനസ്സിലാക്കി വരാൻ പോകുന്ന അതാണ്. കള്ളന് 15 ദിവസത്തേക്ക് വേണ്ടി വന്നില്ല, 3 ദിവസം കഴിഞ്ഞപ്പോൾ കള്ളൻ ഓടി വന്നു. കള്ളൻ എന്താണ് ചെയ്തത്? അദ്ദേഹം രാജകൊട്ടാരത്തിൻ്റെ ഖജനാവ് മോഷ്ടിക്കാനാണ് പോയത്. ഖജനാവ് തുറന്ന് അതിനകത്ത് കൊള്ളയടിക്കാനാണ് പോയത്. പൂർണ്ണ ബോധത്തോടെ ചെയ്യാൻ പറഞ്ഞു. കള്ളൻ തുറന്നു കഴിഞ്ഞിട്ട് തനിക്ക് ബോധത്തോടു കൂടി ചെയ്യാൻ പറഞ്ഞ് താൻ മോഷ്ടിക്കുകയാണ് എന്നുള്ള ബോധം കള്ളനിലുണ്ടായി. താൻ മോഷ്ടിക്കാൻ പോവുകയാണ്. മോഷണം അബോധത്തിലുള്ളതാണ്. ബോധപൂർണമായിട്ട് ആർക്കും മോഷ്ടിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ കൊല നടക്കുന്നു, ചതി നടക്കുന്നു, എന്ത് നടന്നാലും ശരി അത് ബോധത്തോടല്ല ചെയ്യുന്നത്, അബോധത്തോടാണ് ചെയ്യുന്നത്. ബോധമില്ലായ്മയിലാണ് ചെയ്യുന്നത്. ബോധം എന്ന് പറയുന്നത് ഈശ്വരീയത്വമാണ്. അബോധത്തിലാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം ഖജനാവ് കൊള്ളയടിക്കാൻ ആദ്യത്തെ ദിവസം പോയി ബോധത്തോടുകൂടി ബോധത്തിലേക്ക് വന്നപ്പോൾ നാഗാർജുനൻ പറഞ്ഞത് ഓർമ്മ വന്നു. ബോധത്തോട് ചെയ്യാൻ പറഞ്ഞു. താൻ മോഷ്ടിക്കാൻ പോവുകയാണ് എന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ
ഒരു പ്രതിമ പോലെ കള്ളന് നിൽക്കേണ്ടി വന്നു. മോഷ്ടിക്കാൻ കഴിയുന്നില്ല, കൈ അനങ്ങുന്നില്ല, ആ തലത്തിലേക്ക് വരുന്നു. മോഷണം പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കള്ളൻ തിരികെ പോന്നു. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് കള്ളൻ ഖജനാവ് മോഷണത്തിന് ആരും പിടിച്ചില്ല. പക്ഷേ കള്ളന് മോഷ്ടിക്കാൻ കഴിയുന്നില്ല. അത് തുറന്നു. എൻ്റെ മുമ്പിൽ നിറഞ്ഞ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ എൻ്റെ പൂർണ്ണ ബോധവാനായി തീർന്നു. പൂർണ്ണ ബോധവാനായി തീർന്നു. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനൊരു പ്രതിമ പോലെ നിന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തുടരുവാൻ കഴിഞ്ഞില്ല. എൻ്റെ കൈകൾ ചലിക്കാതെയായി. മുഴുവൻ ഖജനാവും നിഷ്പ്രയോജനം എന്നതുപോലെ എനിക്ക് തോന്നിപ്പിച്ചു. കാര്യം ആ ഖജനാവ്, മോഷ്ടിക്കാൻ പോകുന്ന ഖജനാവ് തൻ്റെ അല്ലെന്നും പ്രജകളുടേതാണെന്നുള്ള ബോധത്തോടു കൂടി ഒരു പൂർണ്ണതയിലെത്താൻ ഭാവിച്ചു. പല പ്രാവശ്യം ഞാൻ കൊട്ടാരത്തിലേക്ക് പോയി. അല്ലാതെ ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ തൊഴിൽ ഉപേക്ഷിക്കണമെന്ന് ഒരു നിബന്ധനയല്ല എന്ന് നിങ്ങൾ പറയുക കൂടി ചെയ്തിരുന്നു അല്ലേ? നാഗാർജുനൻ പറഞ്ഞു തൊഴിൽ ഉപേക്ഷിക്കരുത്, തൊഴിൽ ചെയ്തോളാൻ പറഞ്ഞു. ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. അവനവൻ ചെയ്യുന്ന തൊഴിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ പൂർണ്ണബോധത്തോട് ചെയ്യാൻ പറഞ്ഞു. പൂർണ്ണബോധത്തോട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഏത് കർമ്മമാണെങ്കിലും ശരി, അത് എന്ത് തൊഴിലാണെങ്കിലും ശരി, അത് തെറ്റായ വഴിയിലാണ് പോകുന്നതെങ്കിൽ ബോധം അതിന് അനുവദിക്കത്തില്ല. ബോധം നിങ്ങളെ അവിടെ പ്രതിമയാക്കി കളയും. അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചലനമല്ലാത്ത രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ വ്യക്തിക്ക് സഹജമായി തന്നെ അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ തന്ന വിദ്യ ഒത്തിരി ഒന്നും പറഞ്ഞു തരുന്നു. നെറ്റിയത്തോട്ടില്ല, തലയത്തോട്ടില്ല, ശരീരത്തെ തൊടാതെ നിങ്ങളിത് പറഞ്ഞു. ഒറ്റ ഒരു കാര്യമേ എന്നോട് പറഞ്ഞുള്ളൂ, നിങ്ങൾ പൂർണ്ണ ബോധത്തോടുകൂടി നിങ്ങൾ തൊഴിൽ തുടർന്നോളാൻ പറഞ്ഞു. ആ പൂർണ്ണബോധത്തോടുകൂടി തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്ന കള്ളന് പിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. 3 ദിവസം കൊണ്ട് ആ വിദ്യ പൂർണ്ണമായി എന്നുള്ളതാണ്. ഇതുപോലുള്ള വിദ്യകൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാതിരിക്കും. ഇപ്പോൾ ആളെല്ലാവരും കേൾക്കാറില്ല. എനിക്കതിനകത്ത് സന്തോഷവും സമതാപവും ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. മാനസികതലത്തിൽ എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടില്ല എന്നുള്ളത് നോക്കാറില്ല. കാര്യം ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ള കർമ്മം, ഞാൻ ചെയ്യാനുള്ള കർത്തവ്യം ഞാൻ പാലിക്കുന്നു. അത് അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കാലത്ത്, ഇന്നല്ലെങ്കിൽ നാളെ, ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും കാണാൻ ആളുകൾ കൂടും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം ബുദ്ധനെയും പ്രവാചകനായിരുന്ന പലരും ജീവിച്ചിരുന്ന സമയത്ത് അവരെ തെറി വിളിച്ച് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു, കൃഷ്ണനെ മോഷ്ടാവെന്ന് വിളിച്ചു, ബുദ്ധനെ ആളെ കൊന്ന ഒരു കൊലയാളിയെന്ന് വിളിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ അറിവുള്ളവനെയോ അല്ലെങ്കിൽ കൊടുക്കുന്നവനെ ആരും സ്വീകരിക്കാറില്ല. അവരുടെ കുറ്റമല്ല. മരിച്ചതിന് ശേഷം എന്തു ചെയ്യും? അവിടെ ചെന്ന് അവരുടെ ഖബറിൽ വിളക്ക് വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഈ തലത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ദിവസം കൊണ്ട് അത്രയ്ക്കും ആനന്ദപ്രദമായിട്ട് അവന് തോന്നി. അബോധാവസ്ഥയിൽ ചെയ്യുന്ന ഏത് കാര്യവും പാപമായി തീരും. നമ്മളല്ല പല കാര്യങ്ങളും താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പ്രവൃത്തിയിൽ താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് പറയാനുള്ളത്. പ്രവൃത്തിയിൽ താതാത്മ്യപ്പെടാതെ ആ പ്രവൃത്തി അബോധാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണബോധത്തിലേക്ക് വരികയോ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പാപതലത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ചെയ്യുന്നോ ആ കർമ്മം അതെന്തായാലും വേണ്ടിയില്ല, കൃത്യമായിട്ട് പൂർണ്ണ ബോധത്തോട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാരണവശാലും തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. കൈകൾ ചലിക്കാത്ത അവസ്ഥയിലേക്ക് വരും. എല്ലാവർക്കും നമസ്കാരം.